ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം റിലീസായി സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി, ജഗദീഷ്, അശോകൻ എന്നിങ്ങനെ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ദിൻജിത്ത് അയ്യത്താനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ ബജറ്റിൽ, അതായത് ഏകദേശം 5,50,00,000 രൂപ ബജറ്റിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ സിനിമ ഇപ്പോൾ ഓണം റിലീസ് ചിത്രങ്ങളിൽ ഇപ്പോൾ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ചിത്രത്തിന്റെ കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സിനിമ ഇന്നലെ മുതലാണ് വിവിധ ലോകരാജ്യങ്ങളിൽ കൂടുതൽ തിയേറ്ററുകളിൽ എത്തിച്ചേർന്നിട്ടുള്ളതും. കേരളത്തിലും ഇപ്പോൾ ചിത്രത്തിന് കൂടുതൽ തിയേറ്ററുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രം തിയേറ്ററിലെത്തി 10ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രം ഇതുവരെ നേടിയെടുത്തതിൽ ഏറ്റവും മികച്ച കളക്ഷനാണ് ഇന്നലെ നേടിയെടുത്തിരിക്കുന്നത്. ചിത്രം ആദ്യ 9 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 17,30,00,000 രൂപയായിരുന്നു നേടിയെടുത്തിരുന്നതെങ്കിൽ 10ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി മാത്രം 3.5 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് കേരള കളക്ഷനായി മാത്രം 20,80,00,000 നേടിയെടുത്ത ഈ സിനിമ 10ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് 8,50,00,000 രൂപയാണ്. ആദ്യ 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 30 കോടിക്ക് മുകളിൽ നേടിയെടുത്ത ഈ സിനിമ 10 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 38,50,00,000 രൂപയാണ്. 11ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയും ചിത്രത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വമ്പൻ ബുക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളക്ഷനോടെ ചിത്രം 46-47 കോടി റേഞ്ചിലേക്കും നാളെ തിങ്കളാഴ്ചയോടെ ചിത്രം 50 കോടി ക്ലബിൽ എത്തപ്പെടുകയും ചെയ്യും. ഓണം റിലീസായി തിയേറ്ററിലെത്തി വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു സിനിമ ടോവിനോ തോമസ് നായകനായ ARM ആണ്. ടോവിനോ തോമസ് വ്യത്യസ്തമായ 3 വേഷങ്ങളിലെത്തി പാൻ ഇന്ത്യ റിലീസായി 2D 3D ഫോർമാറ്റിൽ തിയേറ്ററിലെത്തിയ ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ജിതിൻ ലാലാണ്. ചിത്രം ആദ്യ 9 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 31,05,00,000 രൂപയാണ് കളക്ട് ചെയ്തിരുന്നത്. 10ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 3,10,00,000 രൂപയാണ്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 34,15,00,000 രൂപയാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന ടോവിനോ ചിത്രം നേടിയെടുത്തിട്ടുള്ളത്. ആദ്യ 9 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 58 കോടി രൂപയായിരുന്നു. 10ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 5 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത് 63 കോടിക്ക് മുകളിലുമാണ്. 30 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ബിജുമേനോൻ നായകനായി വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കഥ ഇന്ന് വരെ. മേതിൽ ദേവിക നായികയായ ഈ സിനിമയിൽ നിഖില വിമൽ, അനു മോഹൻ, അനുശ്രീ, ഹക്കിം ഷാ, സിദ്ദീഖ്, രഞ്ജി പണിക്കർ, കോട്ടയം രമേശ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ ഫീൽ ഗുഡ് റൊമാന്റിക് എന്റർടൈനർ സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായമാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ആദ്യ ദിവസം വെള്ളിയാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തത് 24,00,000 രൂപയായിരുന്നു. രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് ഏകദേശം 26,00,000 രൂപയാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 50,00,000 രൂപയാണ് ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ഓണം റിലീസായി സെപ്റ്റംബർ 13 തിയേറ്ററിലെത്തി ആവറേജ് അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു സിനിമ കൊണ്ടൽ ആണ്. സോവിയ പോൾ നിർമ്മിച്ച് ആന്റണി വർഗീസ് പെപ്പെ നായകനായി അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത ഈ സിനിമ സെപ്റ്റംബർ 20 വെള്ളിയാഴ്ചയാണ് യൂറോപ്പ് ഉൾപ്പെടെ വിവിധ ലോകരാജ്യങ്ങളിലേക്ക് റിലീസ് ചെയ്യപ്പെട്ടത്. 9 ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി 2,90,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 3,30,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 4.5 കോടി റേറ്റിൽ നെറ്റ്ഫ്ലിക്സ് ഈ ചിത്രത്തിന്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഓണം റിലീസായി സെപ്റ്റംബർ 13 തിയേറ്ററിലെത്തി ആവറേജ് ബിലോ ആവറേജ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ബാഡ് ബോയ്സ്. ഒമർ ലുലു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാബു ആന്റണി, അജു വർഗീസ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ സിനിമ ആദ്യ 9 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 1,87,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ സിനിമ ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ്. ജൂനിയർ NTR നായകനായി കൊരട്ടാല ശിവ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഈ വരുന്ന സെപ്റ്റംബർ 27 തിയേറ്ററിലെത്തുന്ന തെലുങ്ക് സിനിമയാണ് ദേവര. സൈഫ് അലി ഖാൻ, ജാൻവി കപൂർ, ശ്രുതി മറാത്തെ, പ്രകാശ് രാജ്, ശ്രീകാന്ത്, ഷൈം ടോൺ ചാക്കോ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ റിലീസിംഗ് ട്രെയിലർ ഇന്ന് രാവിലെ 7 മണിക്ക് റിലീസ് ചെയ്യപ്പെടുകയാണ്. ആഗോളതലത്തിൽ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ആന്ധ്രാപ്രദേശിലെ ബുക്കിംഗ് ഇന്ന് ആരംഭിക്കും. അതേസമയം ഈ ചിത്രത്തിന്റെ കേരള തിയേറ്റർ റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആണ്. അമൽ കെ ജോബി സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 27 തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് ഗുമസ്തൻ. ദിലീഷ് പോത്തൻ, ബിപിൻ ജോർജ് എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. മുസാഫർ ഫിലിം കമ്പനി നിർമ്മിച്ച ഈ സിനിമയിൽ അസീസ് നെടുമങ്ങാട്, അലക്സാണ്ടർ പ്രശാന്ത്, സ്മിനു ഷിജോ, ബിന്ദു സജീവ്, നീമ മാത്യു എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. രജനീകാന്ത് നായകനായി TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 10 റിലീസിംഗ് നിശ്ചയിച്ചിരിക്കുന്ന തമിഴ് സിനിമയാണ് വേട്ടയ്യൻ. അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ, മഞ്ജു വാര്യർ, ദുഷാര വിജയൻ, റാണ ദുഗുപതി, റീതിക സിംഗ് എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. വേട്ടയന്റെ ട്രെയിലർ റിലീസിംഗ് തീയതി ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 2 ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യും എന്ന അപ്ഡേറ്റ് ആണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ നിർമ്മാണം, വിതരണം എന്നിവ നിർവഹിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ പ്രധാന താരങ്ങളായി അമൽ നീരദ് സംവിധാനം ചെയ്ത് ഒക്ടോബർ 10 തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് ബോഗയിൻ വില്ല. ഈ ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സ് ഇപ്പോൾ സോണി മ്യൂസിക് സ്വന്തമാക്കിയിരിക്കുകയാണ്.
അങ്ങനെ ഒട്ടനവധി സിനിമകളെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഈ വീഡിയോ വഴി പങ്കുവച്ചത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.